നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിലെ സംരംഭങ്ങളുടെ കൂട്ടത്തിൽ ഇനി തട്ടുകടയും ഇടം പിടിക്കും. കുറഞ്ഞ വിലയ്ക്ക് രുചിയേറിയ അത്താഴ വിഭവങ്ങൾ ലഭിക്കുന്ന സുഭിക്ഷ തട്ടുകടകൾ തുടങ്ങാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഭക്ഷ്യവകുപ്പ്. സ്വാശ്രയ സംഘങ്ങൾക്ക് കടകൾ തുറക്കാൻ മുൻഗണന ലഭിക്കും. ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സപ്ലൈകോ വഴി വിലക്കുറവിൽ ലഭ്യമാക്കും. പ്രാരംഭ പ്രവർത്തനത്തിനായി 5 കോടി രൂപയാണ് ചെലവഴിക്കുക. ഹോട്ടലുകളിൽ അമിതമായി വില ഈടാക്കുന്നുവെന്ന പരാതി വ്യാപകമായ സാഹചര്യത്തിലാണ് പദ്ധതിയെക്കുറിച്ച് സർക്കാർ ആലോചിച്ചത്. മറ്റു ഭക്ഷണശാലകളെ അപേക്ഷിച്ച് 30% വരെ വിലക്കുറവ് നൽകാനാണ് ശ്രമം. നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ തമിഴ് മാധ്യമം വിഘടന വിലക്കേർപ്പെടുത്തിയ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം രൂക്ഷമാകുന്നു. ഫെബ്രുവരി 10-ന് വിഘടൻ പ്ലസ് ഡിജിറ്റൽ മാസികയിൽ പ്രസിദ്ധീകരിച്ച തുടർന്നാണ് വിഘടന വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപം നരേന്ദ്രമോദി കയ്യിൽ ചങ്ങലയുമായി ഇരിക്കുന്ന ചിത്രമാണ് വിഘടനിൽ പ്രസിദ്ധീകരിച്ചത്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മാധ്യമ സ്ഥാപനത്തെയാണ് കേന്ദ്ര സർക്കാർ വിലക്കിയിരിക്കുന്നത്. കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ ഇതിനെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയച്ച അമേരിക്കൻ ഭരണകൂടത്തിന്റെ മനുഷ്യത്വരഹിതമായ രീതിയിൽ രാജ്യത്തൊട്ടാകെ വിമർശനമുയരുമ്പോഴും ആ സമീപനത്തിന് മാറ്റമുണ്ടാകുന്നില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശനിയാഴ്ച രാത്രി അമൃത്സറിലെത്തിയ US സൈനിക വിമാനത്തിലുണ്ടായിരുന്ന ഇന്ത്യക്കാരും സമാനമായ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. 112 പേരെയാണ് ശനിയാഴ്ച എത്തിച്ചത്. അതിലെ സിഖ് യുവാക്കളെ തലപ്പാവ് ധരിക്കാൻ അനുവദിച്ചില്ലെന്നതുൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. തൃപ്തികരമല്ലെങ്കിൽ പണം തിരികെ നൽകും എന്ന ആകർഷകമായ വാഗ്ദാനം നൽകി വിദ്യാർത്ഥിയെ കബളിപ്പിച്ച ബൈജൂസ് ലേണിംഗ് ആപ്പ് 51,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. എറണാകുളം സ്വദേശിയും 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പിതാവുമായ സ്റ്റാലിൻ N. ഗോമസ് സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. അതിനിടെ ബൈജൂസിനെതിരായ പാപ്പരത്ത് നടപടികൾ നിർത്തിവെച്ച ദേശീയ കമ്പനി ലോ അപ്പലറ്റ് ട്രൈബ്യൂണൽ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഉടുപ്പഴിച്ചേ പോകാവൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോകേണ്ടെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി. ക്ഷേത്രത്തിൽ വസ്ത്രം ധരിച്ചു കയറാമെന്ന തീരുമാനം സർക്കാർ സധൈര്യം ഏറ്റെടുക്കണം. അതിന് തന്ത്രിമാരുടെ അനുവാദം കാത്തിരിക്കരുത്. ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കരുതെന്നും വെടിക്കെട്ട് വേണ്ടെന്നുമാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരി മഠത്തിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്വാമി. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.